ഗായ്സ്, അങ്ങനെ ഗുഡ് ഈവനിങ്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പഞ്ചസാര ഓപ്ഷനല്ലാണ്. പിന്നെ എന്തെങ്കിലും നട്ട്സ് ആവാലോ നമുക്ക് ഓപ്ഷനല്ലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് ഗൈസ് പഴം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ല കുഴച്ച് പരുവത്തിന്. അപ്പോൾ ഗൈസ് അടുത്ത് ഞാൻ ഉണക്കമുന്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവിൻ്റെ ഇതെന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, വലിഞ്ഞു വന്നിട്ടുണ്ട്. അത് പഴം ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ നനയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വലിഞ്ഞു വന്നിങ്ങനെ കട്ടയായിട്ട് കയ്യിലിരുന്നു. അതെല്ലാം കഴുകിയെടുത്ത് നമ്മൾ വീണ്ടും കൈ നനച്ച് എടുക്കുമ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ മുന്തിരി ഇത് ആഡ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. കൈ നനച്ചതുകൊണ്ട് വലിയ പാടില്ല. ആദ്യമേ നല്ല കട്ടയായിട്ട് വീണ്ടും നനയ്ക്കുമ്പോൾ നമുക്ക് നനയ്ക്കാൻ പറ്റില്ല. അപ്പം കൈയൊക്കെ വീണ്ടും കഴുകിയിട്ട് വീണ്ടും നനയ്ക്കുമ്പോൾ എളുപ്പമാവും. അതൊരു ടിപ്പായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മളിതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാം ഫുള്ളായിട്ടൊന്നും നമുക്ക് കിട്ടില്ല, കാരണം ഇത്രയും പഴവും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, കട്ടിയാവും പാത്രമൊക്കെ. അപ്പോൾ പറ്റുമ്പോഴേക്ക് നനച്ച് ഇതിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇതേ ഒരു സ്റ്റേജ് തന്നെയാണ് വന്നത്. അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഗായ്സ്, അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് മാവില കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് ബൗൾസ്. ഗായ്സ്, അങ്ങനെ ബൗൾസ് ആക്കി ഇടുന്നുണ്ട്. നല്ല ഷേപ്പായിട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ ഷേപ്പൊന്നും വന്നില്ല. ഓൾമോസ്റ്റ് നല്ലൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ബൗൾസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ നനച്ചിട്ട് ഇടുന്നതാണ് കൂടുതൽ റൗണ്ടായിട്ട് വരാൻ കാരണം ഒട്ടിയിട്ട് വരൂല. വീണ്ടും ഉള്ള മാവിൽ തന്നെ വീണ്ടും ബൗൾസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നനച്ചിട്ടാണ് വീണ്ടും കയ്യിൽ വെച്ചിട്ടാണ് ബൗൾസ് ആക്കുന്നത്. ഇത് ഭയങ്കര പഴത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് നല്ല വലിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റൗണ്ടാക്കി ഇടാം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതുപോലെ ബനാന തിന്നാനൊക്കെ മടിയുള്ള പിള്ളേർക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, വീണ്ടും ബോൾസ് ഇടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ബോൾസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല കട്ടിയൊക്കെ വന്ന് നമുക്ക് ഫീൽ ചെയ്യും, കാരണം ഗോതമ്പ് ആയതുകൊണ്ട് നല്ല കട്ടിയാണ്. പക്ഷേ കുറച്ച് ഇത് തിന്നുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുന്ന ഒരു ഗോതമ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻസും ബനാനയും വെച്ചുള്ള മെയിൻ ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ ഗൈസ്, ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാ ട്രൈയിലും ഞാൻ പറയുമ്പോൾ ഇത്രയും ഞാൻ ട്രൈ ആയതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവാം. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് ഒരു മീഡിയം ഒക്കെ ആണ് നല്ലത്. അപ്പോൾ മറിച്ചിട്ടൊക്കെ പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് ശ്രദ്ധിച്ച് മറിച്ചിട്ടില്ലാന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറിച്ചിടുമ്പോൾ നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കി നിന്ന് നമ്മൾ കുറച്ചിട്ടാൽ വേവില്ല. അപ്പോൾ വേവാണ് ശരി, പക്ഷേ നമ്മൾ കുറച്ച് വലിഞ്ഞ ഒട്ടിയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മറിച്ചിടണം. ഇതിലേക്ക് വിസിബിളായിട്ട് പെട്ടെന്ന് വേവും. കരുതി ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് മുന്തിരി കാണാൻ പറ്റുന്നു, പക്ഷേ അതായത് ചിലതിലൊക്കെ മുന്തിരി നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സൈഡും നോക്കണം. ഇനി 4 സൈഡ് നല്ല വേവിച്ചെടുക്കണം. അല്ല ഒരു സൈഡ് മാവ് വേവാതിരുന്ന് ഉള്ളതും കൂടെ തിന്നാൻ പറ്റാതെ. അപ്പോൾ എല്ലാ സൈഡും വേവിച്ചെടുക്കണം എന്നൊക്കെയാണ് ഉള്ളത്. അപ്പം ഒരു സൈഡ് ഞാൻ മീഡിയം ഫ്ലെയിമിട്ട് വേവിക്കുന്നുണ്ട്. അത് അടുത്ത സൈഡ് മറിച്ചിടുന്നുണ്ട്. എല്ലാ സൈഡും എന്ത് വന്നാലും ആ ടേസ്റ്റ് നമുക്ക് ഫുൾ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സൈഡും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എല്ലാ സൈഡും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് വെയിറ്റ് ആയിട്ട് തോന്നും, കാരണം ഗോതമ്പ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷെ നല്ല സ്പോഞ്ചായിട്ട് അകത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സൈഡും ഞാൻ തിരിഞ്ഞൊക്കെ മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മറിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേവാതിരുന്ന മാവ് ആറ്റിരിക്കും, പച്ച മാവാറ്റിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിച്ച് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം നല്ല കറച്ച് വേവിലും കറച്ച് പാകത്തിന് ഉള്ളതാണ്. ഈ റൗണ്ട് കിട്ടും. വെള്ളമായിപ്പോയാൽ നമുക്ക് റൗണ്ട് ആക്കാനേ പറ്റില്ല. എല്ലാ സൈഡും 4 സൈഡും തിരിഞ്ഞൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം ഏകദേശമൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് പിള്ളേർക്ക് ബനാനയൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഉണ്ടാക്കാൻ ഗൈസ് അങ്ങനെ ഇതാ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബനാനയൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാണ്. ബനാനയൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ നല്ല ക്രിസ്പിനെസ്സോട് കിട്ടുമ്പോൾ പിള്ളേർ കഴിക്കുകയും ചെയ്യും. അപ്പം ദിയക്കൊന്നും ബനാന ഇഷ്ടമില്ല, അവൾ വേവിച്ച് തിന്നില്ല, പച്ചക്ക് തിന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാഴക്കപ്പോ ഇതുപോലെ പഴക്കേക്ക ബനാന ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കും. അപ്പോൾ ഇതാ മുന്തിരിയൊക്കെ ഇതാ വിസിബിളായി നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാം ഞാൻ മറിച്ചും തിരിച്ചൊക്കെ നോക്കണുണ്ട്, എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഗായ്സ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ്. പിള്ളേർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽത്തി ഫുഡൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ബനാന വെച്ചുള്ള. ബനാന കഴിക്കണം, നമുക്ക് ഗോതമ്പിൻ്റെ ഗുണവും പഴത്തിൻ്റെ ഗുണവും എല്ലാം കിട്ടുകയും ചെയ്യും. ഞാൻ കൂടുതലും ഇതുപോലെ എണ്ണ ഐറ്റംസ് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല, പക്ഷേ നമുക്ക് ഇപ്പോൾ ഗോതമ്പിൻ്റെയും ബനാനയുടെയൊക്കെ ഗുണവും കിട്ടുകയും ചെയ്യും. ഹെൽത്തി തന്നെയാണ്, വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാം നമ്മൾ നല്ല എണ്ണയിൽ യൂസ് ചെയ്യണമില്ല. അപ്പോൾ നമുക്കെല്ലാം അതാത് ഇത് ഉണ്ടാക്കുമ്പോൾ പിള്ളേർ നല്ല ടേസ്റ്റിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഗായ്സ് ഇതുപോലെയുള്ള സ്നാക്സ് വീഡിയോസ് എല്ലാം ഞങ്ങൾ ഇനിയും ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോഴേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ് ഫൈനൽ ലുക്ക് ഞാൻ ഇതാ സർവ് ചെയ്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ ഇതാണ്. കുറച്ച് വെയിറ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. പിള്ളേർക്കും ഇതുപോലെ നമുക്ക് പഴമൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഗായ്സ് ഇതാ തിന്ന് നമുക്ക് നല്ല സ്പോഞ്ചാണ്. പുറത്ത് കുറച്ച് ഹാർഡാണെങ്കിലും അകത്ത് നല്ല സ്പോഞ്ചാണ്. ഇതാ ദിയ ഇതാ ഉറങ്ങിക്കിടന്നിട്ട് ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. ദിയ ഇതാ തുണി വെച്ചൊക്കെ എടുക്കണം ചൂടായത് കൊണ്ട്. ഞാൻ ഇതാ ട്രൈ ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.